ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡാണ് ബിസ്ക്കറ്റ് ടീ അഥവാ ബിസ്ക്കറ്റ് ചായ. ഇത് തൃശ്ശൂരിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് രാധാകൃഷ്ണ സ്വീറ്റ്സിലാണ്. ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റി സെൻറ്റർ കഴിഞ്ഞ് ഒരു പെട്രോൾ പമ്പ് കാണാം. അത് കഴിഞ്ഞുള്ള ലെഫ്റ്റിലോട്ടുള്ള വഴിയിലേക്ക് പോകണം. അതിലൂടെ കുറച്ച് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ സ്ഥലം. 20 രൂപ വില വരുന്ന ഈ ചായയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വെറൈറ്റി ചായയും കുടിക്കാം, ആ കപ്പും തിന്നാം. തന്തൂരി ചായയ്ക്ക് ശേഷം വന്ന ട്രെൻഡായ ബിസ്ക്കറ്റ് ചായ കുടിക്കാനായിട്ട് ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. ചായ കുടിച്ച് തീരും മുമ്പ് കപ്പ് അലിഞ്ഞു പോകുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. നല്ല കട്ടിയുള്ള കപ്പായതുകൊണ്ട് തന്നെ സാവധാനം ചായ കുടിച്ചാൽ മതി. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ബിസ്ക്കറ്റ് കടിച്ച് തിന്നണ പോലെ കടിച്ച് തിന്നാം. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ചായ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നേരെ രാധാകൃഷ്ണ സ്വീറ്റ്സിലേക്ക് വിട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചായയാണ് ബിസ്ക്കറ്റ് ചായ. ഇത് തൃശ്ശൂരാണുള്ളത്. സിറ്റി സെൻറ്ററിൻ്റെ അടുത്താണെന്നുള്ളത് അറിയാം. സിറ്റി സെൻറ്റർ എനിക്ക് അറിയുള്ളൂ. അവിടെ ചെന്നിട്ട് നമുക്ക് ചോദിച്ച് പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ച് ഇവിടെ ഒല്ലൂരെത്തി. ഈ ഒല്ലൂർ എന്ന് പറഞ്ഞാൽ എപ്പോഴുള്ള ട്രാഫിക്കുള്ള സ്ഥലമാണത്. യാതൊരു വീതി കൂടിയിട്ടൊന്നുമില്ല. ആ പഴയ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. എപ്പോഴും ട്രാഫിക്കാണ് ഇവിടെ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 കിലോമീറ്റർ അകലെയാണ് ഒല്ലൂർ. ഒല്ലൂരിൽ നിന്ന് എത്തി നമുക്കിനി തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലെത്തിയിട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ കാണാണ് വടക്കുന്നാഥൻ ടെമ്പിൾ. സോറി, റൈറ്റിൽ കാണാണ് വടക്കുന്നാഥൻ. അപ്പോൾ ഇവിടെയാണ് കുടമാറ്റം നടക്കുന്നതൊക്കെ. അത് ഇവിടെയാണ് കേട്ടോ. 15 ആനകൾ ഇപ്പുറത്തും 15 ആനകൾ ഇപ്പുറത്തും നിന്നിട്ടുള്ള കുടമാറ്റം നടക്കുന്നത് ഈ ഭാഗത്താണ്. നമുക്കിനി കുറച്ച് നേരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിറ്റി സെൻറ്റർ ലെഫ്റ്റ് സൈഡിൽ കാണാം. നമ്മുടെ രാഗം തിയേറ്റർ കേട്ടോ. ഇത് പുതുക്കി പണിത് കഴിഞ്ഞ വർഷമാണ് പുതുക്കി പണിത് രണ്ടാമത് റീ ഓപ്പണിങ് ചെയ്തത്. ഇവിടെ നിറച്ച് കടകളുണ്ട്. എല്ലാത്തരം കടകളുള്ള ഏരിയ. സിറ്റി സെൻറ്റർ എവിടെ എത്തിയാം? സിറ്റി സെൻറ്റർ കാണാനില്ലല്ലോ. എവിടെയാണ്? സിറ്റി സെൻറ്റർ കാണാനില്ലല്ലോ. ഇതാണ് സിറ്റി സെൻറ്റർ. ഇവിടെയാണ് സിറ്റി സെൻറ്റർ. അതായത് പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞത്. പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പോകണം. ഓക്കെ, ലെഫ്റ്റിൽ. രാധാകൃഷ്ണ സ്വീറ്റ്സ്. ഇവിടെ ഒരു കൊച്ചു കടയാണ് കേട്ടോ. നമുക്ക് നോക്കാം അവിടുത്തെ ചായ എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? ചായ ഉണ്ട്, സൂപ്പർ.
കുടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കളയണ്ട കേട്ടാ. അത് ബിസ്ക്കറ്റാണ്, ബിസ്ക്കറ്റ് കൊണ്ടുണ്ടായ ചായ അല്ല കപ്പാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ് കഴിക്കാം. അങ്ങനെ ബിസ്ക്കറ്റ് ചായ കിട്ടി. ചായ നോർമൽ ചായ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഈ ഗ്ലാസ്സാണ് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത. ഈ ഗ്ലാസ് നമുക്ക് തിന്ന് കഴിക്കും. ഈ ബിസ്ക്കറ്റ് കൊണ്ടുണ്ടാക്കിയതാ. സാധാരണ നമ്മൾ ഗ്ലാസ് കഴിഞ്ഞാൽ ഡിസ്പോസ് ഗ്ലാസ് ആണെങ്കിൽ കളയല്ലേ വേണ്ടേ. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിനെ കടിച്ച് കഴിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ല നോർമൽ തന്നെ, പക്ഷെ ഒരു പ്രത്യേകതയാണ്. ഇന്നത്തെ ഈ കൊറോണ കാലത്ത് നമുക്കിങ്ങനെ വേറെ വേറെ ഗ്ലാസിൻ്റെ ഒന്നും ഉപയോഗിക്കില്ല. കഴിഞ്ഞ് കഴിഞ്ഞാൽ കടിച്ച് കഴിക്കാം. ടേസ്റ്റാവും. ഗ്ലാസിൽ കഴിക്കുന്നത് ബിസ്ക്കറ്റ് കൊണ്ടാണ്. ഇതെല്ലാം അടിപൊളി, സൂപ്പർ. അടിപൊളി ചായയാണ്. പിന്നെ ബിസ്ക്കറ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് കഴിക്കാനും പറ്റും. അതിൻ്റെ ഗ്ലാസ് നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? വെറും 20 രൂപ ഉള്ളൂ തോന്നുന്നു. 20 രൂപയല്ലേ? ഇത് തൃശ്ശൂർ ഇവിടെ മാത്രമാണോ ഉള്ളത്? ആ, തൃശ്ശൂർ ഇപ്പം ഇവിടെ മാത്രം വന്നിട്ടുള്ളൂ. അതെ അതെ, ഒരു വെറൈറ്റി സംഭവമാണ് അല്ലേ? അതെ അതെ. ഇത് നമുക്ക് കേരളത്തില് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കൂടുതൽ കേരളത്തിന് പുറത്ത് തന്നെ കണ്ടുവരാറ്. ശരിയാണ്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതിനെ പറ്റിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായും. അതെ അതെ. ഇതൊക്കെ എന്താണ് അഭിപ്രായം? ചായ കുടിച്ച് കഴിഞ്ഞോ? ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുടിച്ചു. ബിസ്ക്കറ്റ് ഗ്ലാസ് ഇവിടെ കഴിച്ചു അല്ലേ? ഓക്കെ ഓക്കെ. ടേസ്റ്റ് ഉണ്ടായില്ലേ? ഓക്കെ. ചായ സാധാരണ ചായ തന്നെ അല്ലേ? ആ ഗ്ലാസ്സിലൊരു പ്രത്യേകത. അതെ. മസാല ടീ ആണോ കഴിച്ചത്? ഏലക്കായ ഇട്ട ചായ, ബൂസ്റ്റ് ഇട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വെറൈറ്റി ചായയുടെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.